നമസ്കാരം. ലവ് ജിഹാദ് ഒരു ഞെട്ടലോടെ മാത്രമേ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മുസ്ലിങ്ങളല്ലാത്ത യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനായി സംഘടിത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക പദമാണ് ഈ ലവ് ജിഹാദ്. തങ്ങൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടി പ്രണയത്തിൽ വീണു എന്നുറപ്പായാൽ അവരെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ച് അതെല്ലാം ചിത്രീകരിച്ച് ബ്ലാക്ക് മെയിലിങ്ങിനുള്ള അവസരമാക്കുന്നു. വിവാഹ വാഗ്ദാനം നൽകി കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ ആദ്യം മതം മാറ്റത്തിനും പിന്നീട് മത പഠനത്തിനും അയക്കുന്നു. ഇതാണ് ലവ് ജിഹാദിൻ്റെ രീതി. കേരളത്തിലെ പ്രമുഖ കക്ഷികളെല്ലാം പറയുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്നും ഇതൊരു നുണപ്രചാരണമാണ് എന്നുമാണ്. കേരളത്തിലെ ഈ രാഷ്ട്രീയക്കാരുടെ അവകാശവാദങ്ങളെല്ലാം തകർക്കുന്ന ഒരു സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ലവ് ജിഹാദിലൂടെ ദളിത് പെൺകുട്ടിയെ തട്ടിയെടുത്ത് മതപരിവർത്തനം നടത്തുന്ന 2 പേർ അറസ്റ്റിലായതോടെയാണ് സംഭവം പുറത്തു വന്നത്. യുപിയിലാണ് സംഭവമെങ്കിലും ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ സുരക്ഷിത താവളം എന്ന നിലയിൽ കേരളത്തിൽ എത്തിച്ച ശേഷമാണ് പ്രതികൾ പെൺകുട്ടികളെ മതപരിവർത്തനത്തിന് വിധേയരാക്കുന്നത് എന്നതാണ്. ലിൽഹട്ട് സ്വദേശി കക്കാഷ ബാനോ എന്ന 19 വയസ്സുകാരൻ, മുഹമ്മദ് കൈഫ് എന്ന 25 വയസ്സുകാരൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെയാണ് ഇവർ തൃശ്ശൂരിൽ എത്തിച്ച് മതം മാറ്റാൻ ശ്രമിച്ചത്. കേരളം ആസ്ഥാനമായുള്ള തീവ്രവാദ ശൃംഖലയുമായുള്ള ബന്ധവും ഉത്തർപ്രദേശ് പോലീസിന്റെ അന്വേഷണ പരിധിയിൽ ഉണ്ടെന്നാണ് വിവരം. ജൂൺ 28-ന് ലിൽഹട്ട് ഗ്രാമത്തിലെ ഗുഡ്ഡി ദേവി എന്ന സ്ത്രീ ഫുൽപൂർ പോലീസിനെ സമീപിച്ചതോടെയാണ് റാക്കറ്റിനെ കുറിച്ച് പുറം ലോകം അറിയുന്നത്. മെയ് 8-ന് കക്കാഷോ ബാനോ 15-കാരിയായ തൻ്റെ മകളെ പ്രണയം നടിച്ച് മതം മാറ്റുവാൻ കേരളത്തിലേക്ക് കൊണ്ടുപോയെന്ന് UP പോലീസിന് നൽകിയ പരാതിയിൽ അമ്മ പറഞ്ഞിരുന്നു. പരാതിയിൽ ഫുൽപൂർ ACP കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കക്കാഷ ബാനോ പെൺകുട്ടിയെ മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോയതായി പോലീസ് സ്ഥിരീകരിച്ചു. പ്രതികൾ പെൺകുട്ടിയുമായി കേരളത്തിലേക്ക് ട്രെയിനിൽ കയറിയതായും അന്വേഷണത്തിൽ വ്യക്തമായി. പ്രതികൾ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും DCP ഗുൺവാദ് കൂട്ടിച്ചേർത്തു. തൃശ്ശൂരിലെത്തിയ ഇവർ പെൺകുട്ടിയെ മതം മാറ്റുവാൻ ശ്രമിച്ചു. പ്രതികൾ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘത്തിൽപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി ഇവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് തൃശ്ശൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ എത്തി പോലീസുകാരെ വിവരം ധരിപ്പിച്ചു. തുടർന്ന് പോലീസ് പ്രയാഗ്രാജിലെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടു. പെൺകുട്ടിയെ തൃശ്ശൂരിലെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയും ചെയ്തു. നിലവിൽ പ്രയാഗ്രാജിലെ സർക്കാർ സംരക്ഷണ കേന്ദ്രത്തിലാണ് പെൺകുട്ടി ഉള്ളത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ചും നിർബന്ധിച്ചും മതപരിവർത്തനം നടത്തി ജിഹാദിന് പരിശീലനം നൽകുന്ന ഒരു സംഘവുമായി പ്രതികൾക്ക് ബന്ധമുണ്ട്. താജ് മുഹമ്മദ് എന്നയാളുമായി പ്രതികൾ പലതവണ ബന്ധപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂരിലാണ് ഇയാളുടെ പ്രവർത്തന കേന്ദ്രമെന്നാണ് കരുതപ്പെടുന്നത്. താജ് മുഹമ്മദ് പ്രയാഗ്രാജ് പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നും DCP വ്യക്തമാക്കി. തൃശ്ശൂരിലെത്തിയപ്പോൾ നീണ്ട താടിയുള്ള പുരുഷന്മാരും നിരവധി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ഉണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിനായി ഉത്തർപ്രദേശ് പോലീസ് ഉടൻ തന്നെ കേരളത്തിലെത്തുമെന്നാണ് വിവരം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.